പുഴകൾ, മലകൾ, പൂമരങ്ങൾ ഇത് ഭൂമിക്ക് കിട്ടിയ വരദാനമാണ് എന്ന് പണ്ട് കവി പാടിയിട്ടുണ്ട്. കണ്ണൂരിലുള്ള ഈ പുഴകൾ ഇപ്പോൾ ടൂറിസത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. വമ്പിച്ച മാറ്റങ്ങളാണ് കണ്ണൂരിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് മനോഹരമായ ബോട്ടിംഗ് ആസ്വദിക്കാൻ കുമരകത്തോ ആലപ്പുഴയിലോ കൊച്ചിയിലോ പോകേണ്ടതില്ല. നമ്മുടെ കണ്ണൂരിൽ തന്നെ ഈ മേഖലയിൽ അനന്ത സാധ്യതകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം മനുഷ്യരുടെ ജീവിത നിലവാരം കൂടിയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിന്ന് നമ്മുടെ പുല്ലുപ്പി കടവിലേക്ക് പോകാം. പുല്ലുപ്പി കടവ് ഇന്ന് പ്രശസ്തിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതിമനോഹരമായ ഈ സ്ഥലം ഇപ്പോൾ ടൂറിസ്റ്റുകൾ എല്ലാ സമയവും കാണാൻ വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം നമ്മുടെ മന്ത്രി റിയാസ് ഉദ്ഘാടനം ചെയ്തതാണ് ഇവിടുത്തെ ടൂറിസം സെൻറ്റർ. ഇപ്പോൾ ഇവിടെ സ്പീഡ് ബോട്ട്, കയാക്കിംഗ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ രാവിലത്തെ ചുട്ടുപൊള്ളുന്ന വെയിലിൽ ഇവിടെ നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇനിയും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. പക്ഷേ വൈകുന്നേരങ്ങളിൽ ഒരുപാട് ആൾക്കാരാണ് ഇവിടെ വന്ന് ബോട്ടിങ്ങൊക്കെ നടത്തി സന്തോഷമായി തിരിച്ചു പോകുന്നത്. പുഴയിൽ കാണുന്ന ചെറിയ ചെറിയ ജെട്ടി പോലുള്ള സ്ഥലം കാണുന്നില്ലേ, അതൊക്കെ ഭാവിയിലെ ഹോട്ടലുകളാണ്. ദൂരെ ഇരുന്ന് നമുക്ക് ഈ പുഴയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഭക്ഷണവും കഴിക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ അതിനുള്ള സൗകര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പുഴയിലേക്ക് ഉന്തി നിൽക്കുന്ന ഈ സ്ഥലം, ഇവിടെ നിന്ന് നമുക്ക് പുഴയുടെ മനോഹാരിത ആസ്വദിക്കാം. ഇപ്പോഴും വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷെ ഉടനെ ഒക്കെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് ബോട്ടിംഗ് ആസ്വദിക്കാൻ ആലപ്പുഴയിലോ കുമരകത്തോ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ തന്നെയുണ്ട് മനോഹരമായ ബോട്ടിങ്ങും മറ്റുള്ള കാര്യങ്ങളും. ഭാവിയിൽ അവരൊക്കെ കുമരകവും ആലപ്പുഴയുമുള്ള ആൾക്കാരൊക്കെ ഇവിടെ വരും എന്ന് പ്രതീക്ഷിക്കാം. ഈ പുഴയിലെ ബോട്ടിങ്ങും മറ്റ് ടൂറിസത്തെക്കുറിച്ച് നമ്മുടെ മധു കക്കാട് സംസാരിക്കുന്നു. വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വെറുതെ ഇരിക്കാൻ ഒരു സമയം കൊടുക്കരുത്. അതാണ് ടൂറിസത്തിൻ്റെ ഏറ്റവും വലിയ സാധ്യത എന്ന് പറയുന്നത്. ടൂറിസം കൊണ്ട് മാത്രം മെച്ചപ്പെട്ട ജീവിത നിലവാരമുള്ള എത്രയോ രാജ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, നമുക്ക് പാഠമായിട്ട്. അത്തരത്തിലൊരു പാഠങ്ങളൊക്കെ നമുക്ക് പഠിച്ച് ഈ നാട്ടിൽ നടപ്പിലാക്കാൻ പറ്റുന്നൊരു അവസ്ഥയുണ്ടായാൽ ആലോചിച്ച് നോക്കിയാൽ. ഇപ്പോൾ വള്ളവുംകടവ് മുത്തപ്പൻ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വലിയൊരു സംഭവം നടക്കാൻ പോവുകയാണ്. 2 ആഴ്ച കഴിഞ്ഞാൽ ഇവിടെ ഒരു വള്ളംകളി മത്സരം അരങ്ങേറാൻ പോവുകയാണ്. പണ്ട് ആലപ്പുഴയിൽ വള്ളംകളി കാണാൻ ആലപ്പുഴയിൽ പോകേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. നമ്മളൊക്കെ പോയിട്ടുണ്ട് ചെറുപ്പകാലത്ത്. പക്ഷേ ഇവിടെ കണ്ണൂരിൽ അത് ആരംഭിക്കാൻ പോവുകയാണ്. മാറ്റം നോക്കിയാട്ടെ. അപ്പോൾ ഈ വളരെ വലിയൊരു അസാധ്യതയാണ് നമ്മുടെ ഈ പാലവും ഈ വള്ളുവൻകടവും ക്ഷേത്രവും പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രവും എല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. ഇതൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ട് ഒരു ടൂറിസത്തിൻ്റെ ഹബ്ബായിട്ട് നമ്മുടെ ഈ പറശ്ശിനിക്കടവ്, വള്ളുവൻകടവ്, ഈ പുല്ലൂപ്പി പാലം, കക്കാട്, മുണ്ടേരി അങ്ങനെ ബന്ധപ്പെടുത്തിയിട്ട് ഒന്ന് കോർത്തിണക്കി കഴിഞ്ഞാൽ അത് ടൂറിസം വകുപ്പിനുണ്ടാകുന്ന വലിയൊരു ജോലി തന്നെയാണ്, വലിയൊരു മികവ് കൂടിയായിട്ട് നമ്മൾ വിലയിരുത്തും. നമുക്ക് നിങ്ങൾ ഉണ്ടാക്കിത്തരണം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, നമസ്കാരം. നമ്മൾ ആഗ്രഹിച്ചിട്ട് വൈകി വന്ന വസന്തം എന്നൊക്കെ പറയുന്നില്ലേ, യഥാർത്ഥത്തിൽ വൈകി വന്ന ഒരു കാഴ്ചകളാണ്, നമ്മുടെ മനസ്സിലേക്ക് വന്ന കാഴ്ചകളാണിത്. ഈ സാധ്യതകൾ, ഒരു പാലം എങ്ങനെ നാട്ടിൻ്റെ സംസ്കാരത്തെ പോലും മാറ്റിമറിക്കുമെന്നാണ് പറയുന്നത്. പണ്ട് പഞ്ചവടി പാലത്തിൻ്റെ കഥയൊക്കെ ഇല്ലേ, സിനിമയില്ലേ, ആ പാലങ്ങൾ നാട്ടിൻ്റെ സംസ്കാരത്തെ, മനുഷ്യൻ്റെ ഇടപെടലിനെ, അങ്ങനെ അനന്ത സാധ്യതകൾ ഒരു പാലം
ടൂറിസത്തിന് ഉണ്ടാക്കാൻ പറ്റും എന്ന് തെളിയിച്ചതാണ് കണ്ണൂരിലെ ഈ പുല്ലൂപ്പിക്കടവ് പ്രദേശത്തെ ഈ പാലം എന്ന് പറയുന്നത്. ഇരു കരകളെ തമ്മിൽ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാനൊക്കെ ഒരു 10-15 വയസ്സ് മുതൽ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് പുല്ലൂപ്പിക്കടവ് പാലം, പുല്ലൂപ്പിക്കടവ് പാലം. അന്ന് ഈ ടൂറിസം സാധ്യത ഒന്നും നമ്മൾ കണക്കിലെടുത്തില്ല. നമുക്ക് ഈ പുല്ലൂപ്പിക്കടവുമായി ബന്ധപ്പെടാൻ എളുപ്പ വഴി, കാരണം 15 കിലോമീറ്റർ ചുറ്റിയിട്ട് കണ്ണാടിപ്പുറം വഴിയാണ് പുല്ലൂപ്പിക്കടവ് കയറാറ്. പിന്നെ കല്യാണങ്ങൾ നടക്കൽ തോണിയിലാണ്. ഈ കക്കാടും കുഞ്ഞിപ്പള്ളി ഒക്കെ തോണിയിലാണ്. കല്യാണ പാർട്ടിയൊക്കെ തോണിയിൽ പോകുന്ന അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ. അങ്ങനെ അന്ന് മുതൽ തുടങ്ങിയ ഈ മുറവിളിക്ക് ശേഷം ഈ ഒരു 5-8 വർഷം മുൻപാണ് ഈ പാലം യാഥാർത്ഥ്യമായത്. ആ പാലം യാഥാർത്ഥ്യമായതിന് ശേഷമുള്ള കാഴ്ചകളാണ് ജനങ്ങളെ അമ്പരപ്പിക്കുന്നത്. കാരണം കണ്ണൂർ കക്കാട് കണ്ണാടിപ്പറമ്പ് ബസ് റൂട്ട് ഉണ്ടാവുകയും ആ റൂട്ടിലൂടെയുള്ള വാഹനങ്ങളുടെ ഒരു കുത്തൊഴുക്ക് എന്നൊക്കെ പറയാൻ പറ്റും. ആ ജനങ്ങളുടെ സഞ്ചാര സാധ്യത വർദ്ധിച്ചു. പിന്നെ ബസ് റൂട്ടുകൾ ഉണ്ടായി. അങ്ങനെ ജനങ്ങൾ ഇപ്പോൾ സമയം കിട്ടുമ്പോൾ കണ്ണൂരിലെ ജനങ്ങൾ ഏറ്റവും അടുത്ത് വരാൻ ആഗ്രഹിക്കുന്ന, കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമായിട്ട് പുല്ലൂപ്പിക്കടവ് മാറിയിട്ടുണ്ട്. ആ മാറിയതിൻ്റെ ഉദാഹരണമാണ് നമ്മൾ ആ കാണുന്ന പാലം എന്ന് പറയുന്നത്. വളരെ ചെറിയൊരു പാലം എങ്ങനെയാണ് നാടിൻ്റെ അവസ്ഥകളെ മാറ്റിമറിച്ചത് എന്ന് നോക്കുമ്പോൾ നമുക്ക് അത്ഭുതമല്ലേ. അതാണ് പഞ്ചവടി പാലത്തിൻ്റെ ഒക്കെ കഥ. പണ്ട് കല്ലായിപ്പുഴയൊരു മണവാട്ടി, കടലിൻ്റെ പുന്നാര മണവാട്ടി, 16 തികഞ്ഞിട്ടും പാവാട മാറാത്ത കടലിൻ്റെ പുന്നാര മണവാട്ടി എന്നൊരു പ്രസിദ്ധമായ കഥയില്ലേ, പാട്ടില്ലേ. ആ പാട്ടിൽ പറയുന്നതിൽ അങ്ങനെ ഒരു പാട്ട് എഴുതാൻ വേണ്ടി നമുക്ക് തോന്നിപ്പോവുകയാണ് ഈ പുല്ലൂപ്പിക്കടവ് പാലത്തിൻ്റെ കാര്യങ്ങൾ വെച്ചുകൊണ്ട്. അത്രയും മനോഹരമായ ഒരു അവസ്ഥ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഭരണാധികാരികൾ, നാട്ടുകാർ ഒക്കെ ഇതിൻ്റെ ഒരു കഴിവ്, അവരുടെ ഒരു പ്രയത്നം, അവരുടെ ഒരു മികവ്, അതൊക്കെ ഇതിൽ ചേർത്ത് വായിക്കേണ്ടതാണ് ഈ ഒരു അവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ട്. അതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയുണ്ട്. ഇനി ഒരു കാര്യം മാത്രമാണ്, ഇവിടെ നമ്മുടെ വള്ളുവൻകടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം, ആ ക്ഷേത്രം പറശ്ശിനിക്കടവുമായി ബന്ധപ്പെട്ട്, പിന്നെ കക്കാട് എന്ന് പറയുന്ന ഈ പുഴയുടെ, ഈ പുല്ലൂപ്പിക്കടവ് കാട്ടാമ്പള്ളി പുഴയുമായി ബന്ധപ്പെട്ട 2 അതിരുകളാണ്. ഒന്ന് ഉള്ളത് മുണ്ടേരി, പിന്നെ ഒന്ന് വരുന്നത് കക്കാടാണ്. ഈ 2 കടവുകളുമായി ബന്ധപ്പെട്ട്, 2 പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ വള്ളുവൻകടവ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം, അതുമായി ബന്ധപ്പെട്ട് പറശ്ശിനി, അങ്ങനെ ഇത് ഒരു തീർത്ഥാടന പെൽഗ്രിം ടൂറിസവുമായി ബന്ധപ്പെട്ട ഒരു ബോട്ട് സർവീസ് അത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇപ്പം നമ്മൾ പറശ്ശിനിക്കടവ് പോയിട്ട് അവിടുന്ന് ബോട്ട് കയറിയിട്ട് നാട് കാണലാണ്. ഇനി അങ്ങനെയല്ല കാണേണ്ടത്, കക്കാട് വന്നിട്ട് പറശ്ശിനിക്കടവിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കക്കാടിനെ എത്തിക്കണം. കാരണം ഏറ്റവും 3 കിലോമീറ്ററാണ് കക്കാട്. അപ്പോൾ ഈ കക്കാട് ഇത്തരത്തിലുള്ളൊരു ബോട്ട് സർവീസ് ആരംഭിക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് പുല്ലൂപ്പിക്കടവ് പാലം, അത് കഴിഞ്ഞാൽ വള്ളുവൻകടവ്, പിന്നെ അത് കഴിഞ്ഞാൽ കാട്ടാമ്പള്ളി. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങൾ കുറേയുണ്ട്. ഇങ്ങനെയൊക്കെ ബന്ധപ്പെട്ടിട്ട് പിന്നെ നമ്മുടെ ഈ പുല്ലൂപ്പിക്കടവ് ഒരു മുനീശ്വരൻ ക്ഷേത്രമുണ്ട്. അതൊക്കെ കണ്ടിട്ട് ഒരു തീർത്ഥയാത്ര പോലെ, വെറും ടൂറിസം മാത്രമല്ല, അത്തരത്തിലുള്ളൊരു ബോട്ട് സർവീസ് കൂടി നമ്മൾ ലക്ഷ്യം വെക്കുകയാണ് കണ്ണൂർ കക്കാട് പ്രദേശത്തുള്ളവർ, കാട്ടാമ്പള്ളി കണ്ണാടിപ്പറമ്പ് ഭാഗത്തുള്ളവർ. അനന്ത സാധ്യതകൾ ഈ ഒരു പ്രദേശം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഭരിക്കുന്നവരുടെ കണ്ണിൽ, ഇതുമായി ബന്ധപ്പെട്ടവരുടെ കണ്ണിൽ ഇത്തരത്തിലൊരു ആശയം ഉണ്ടായി, അതിനുവേണ്ടി പ്രയത്നിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ ഒരു പരാതി നമുക്കുണ്ട്, വേഗത പോരാ. ആ ഒരു പ്രതീക്ഷ നമുക്ക് ഇല്ലാതാക്കണം. ആ പ്രതീക്ഷ നിലനിർത്താനുള്ളൊരു വേഗത ഈ ഒരു കാര്യത്തിൽ ഉണ്ടാവണം എന്ന് തന്നെയാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. ഇപ്പം തന്നെ ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള സാധ്യതകൾ ഉണ്ടായാലേ നമുക്ക് വെറുതെ ഇരിക്കുന്ന മക്കളെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. വെറുതെ ഇരിക്കുന്ന മക്കൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ അവരുടെ വെറുതെ ഇരിക്കുന്ന ടൈമിൽ മറ്റു പല മോശം കാര്യങ്ങളിലും പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു മനോഹരമായ ഒരു സമൂഹമായിട്ട് നമ്മുടെ യുവാക്കളെ, പുഴയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരെ, പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ടൂറിസം എന്ന് പറഞ്ഞാൽ വലിയൊരു വിപണി കൂടിയാണ്. ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഒത്തുകൂടുമ്പോൾ അവിടെ നാടിന് ഐശ്വര്യം ഉണ്ടായിരിക്കും. പല വിദേശ രാജ്യങ്ങളും ടൂറിസവുമായി ബന്ധപ്പെട്ടിട്ട് വരുമാനങ്ങളുണ്ടാക്കി ജനങ്ങളുടെ ജീവിതം സമ്പൽ സമൃദ്ധമായി മാറ്റിയിട്ടുണ്ട്. ജലഗതാഗത ടൂറിസത്തെ പറ്റി മധു പറഞ്ഞത് കേട്ടല്ലോ. ഇനി നമുക്ക് വള്ളുവൻകടവിലേക്ക് പോകാം.